ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ സൂക്ഷിക്കണം, കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്ട് ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിൻ്റെ പോയൊരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ച് നോക്കി ഇതിൻ്റെ അകത്ത് എന്താ സംഭവം ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മൾ ഇത് അയച്ച് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഈ ട്രാൻസ്ഫോമറിൻ്റെ അടിയിൽ ഇങ്ങനെ 4 മടക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് നിവൃത്തിയെടുക്കണം. അപ്പം ഞാൻ ടെസ്റ്ററും പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് അയച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അയച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ അതിൻ്റെ അകത്ത് എന്താ സംഭവം ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ സംഭവം ഊരിയപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഊരിയെടുക്കണം. അപ്പം ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. അകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഊരിനെ നമുക്ക് നോക്കണം. ഓക്കെ, ഓക്കെ ഗൈസ്, കണ്ടോ ഇതേപോലെ ഇങ്ങനെ വലിച്ചൂരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ സൂക്ഷിക്കണം, കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഇത് കണ്ടോ, ഇതിങ്ങനെ അകത്തേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിച്ചൂരി എടുക്കാനാണ്. ആദ്യത്തെ കുറച്ചെടുക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ സിമ്പിളായിട്ട് വരും. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യത്തെ അങ്ങനെ ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടോ ഇത് കണ്ടോ ഇതേപോലത്തെ ഒരു പീസ് വെച്ചാണ് അത് ലോക്ക് ആവുന്നത്. ഇപ്പോൾ ബെൻഡായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ അയച്ചെടുക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ കണ്ടു, ഇനിയിപ്പോൾ സിമ്പിളായിട്ട് വരുന്നുണ്ട് എല്ലാം ഇങ്ങനെ എടുക്കാൻ. ആദ്യത്തെ രണ്ടാമത്തേത് സിമ്പിളായിട്ട് വന്നു. അപ്പോൾ ഇനി നോക്കാം ഒന്നുകൂടെ. ഓക്കെ, അത് ഇതേപോലെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാണുന്ന പോലെ വല്ല സിമ്പിളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ടൈറ്റാണ് സാധനം. ഇതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആർക്കറിയാം. അപ്പോൾ ഗൈസ്, ഇത് കുറേ ഉണ്ട് ഇപ്പോൾ അയച്ചെടുക്കാൻ. അപ്പം നമുക്ക് ഫുള്ളൊന്ന് അയച്ചെടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇത് അയച്ചെടുക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ പരിപാടിയൊന്നുമില്ല, ഒരുപാട് ടൈം എടുക്കും. ഞാനിപ്പോൾ ഇത് ഫുള്ള് വിശർത്ത് ഫുള്ള് സീനായിരിക്കുകയാണ്. അപ്പം ഇത് ഫുള്ള് അയച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വെറുതെ അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ കട്ടിംഗ് പ്ലെയർ വെച്ച് അടിച്ചു കൊടുക്കുമ്പോൾ സിമ്പിളായിട്ടെല്ലാം പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എടുത്തായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ നമ്മളിപ്പോൾ അയച്ചെടുത്തത് നമ്മുടെ കോറ് കിട്ടാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതൊന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അവസാനത്തെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കോറ് കിട്ടിയിട്ടുണ്ട്. 2 കോർ സെപ്പറേറ്റ് ആയിട്ട് 2 കോറ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതേപോലെയായിരുന്നു ഇരുന്നേ. ഓക്കെ, അത് ഇങ്ങനെ നമുക്ക് പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി കോയിലാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ നീല കളറിൻ്റെ കവറിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ നീല കളറിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവം ഉണ്ട്, അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം.
വൈൻഡിങ് ആണ് ഗൈസ്. അപ്പം കോപ്പർ വൈൻഡിങ് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത്. സംഭവം കോപ്പർ വൈൻഡിങ് ആണ്. അത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രൈമറി കോയിലിൽ ഇങ്ങനെ സെക്കൻഡറി കോയിലും നമ്മൾ കോപ്പർ വൈൻഡിങ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്കൊന്ന് അയച്ച് നോക്കാം എത്ര ഉണ്ടെന്ന് നോക്കാം. കുറേ ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് കൊടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്കിത് കോപ്പർ കാണാൻ തുടങ്ങി. ഓക്കെ ഗൈസ്, ദേ കോപ്പർ വൈൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുത്ത് നോക്കാം എത്ര ഇതുണ്ടോ. നമുക്ക് വൈൻഡിങ് കിട്ടിയിട്ടുണ്ട്. ഇത് സെക്കൻഡറി കോയിലാണ് കേട്ടോ. വൈൻഡിങ് കുറച്ചേ ഉള്ളൂ. സെക്കൻഡറി കോയിലാണ്. നമുക്ക് അയച്ച് നോക്കി ഒരു സാധനത്തിലേക്ക് നമുക്ക് റോൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടായിരുന്നു നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ റീപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതെല്ലാം ഇതിലേക്ക് ചുറ്റി വെക്കാം. ഓക്കെ, ചുറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചുറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ഗൈസ് ചുറ്റിയിട്ടും തീരുന്നില്ല. ഒരുപാട് കോപ്പർ വൈൻഡിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവം തീരുന്നില്ല. പിന്നെയും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സെക്കൻഡറി കോയിലാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പ്രൈമറി കോയിൽ എന്തായാലും ഇതിനേക്കാളും കൂടുതൽ വയറുണ്ടാവും. ഓക്കെ, അപ്പം കോപ്പർ വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇൻസുലേറ്റഡ് വയറാണ്. അപ്പോൾ ഇതിന് മേളിൽ ഒരു കോട്ടിങ് പോലെ ഉണ്ടാവും. ഓക്കെ, സംഭവം ചുറ്റിയും തീരുന്നില്ല. അത് ഇപ്പോൾ ഇത്ര വയർ നമുക്ക് സെക്കൻഡറിയിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും പ്രൈമറിയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ ഓൾമോസ്റ്റ് തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം സെക്കൻഡറി കോയിലിലെ വൈൻഡിങ് എല്ലാം എടുത്തു. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ കോറ്. പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ കോർ. ഓക്കെ, ഇനി നമ്മുടെ പ്രൈമറി കോയിലുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ വൈൻഡിങ് ആയിരിക്കും. ഇതിനേക്കാളും കൂടുതൽ വൈൻഡിങ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലിത് നമ്മുടെ സംഭവം ഇങ്ങനെ വലിച്ച് ഊരുന്ന പോലെയാണ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഒത്തിരി വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് എടുത്ത് കാണിക്കുന്നില്ല ഗൈസ്, കാരണം ഇതേപോലെ തന്നെ സെയിം വൈൻഡിങ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിനേക്കാളും കൂടുതലുണ്ടാവും. ഇപ്പോൾ എത്ര റൗണ്ട് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അത് വേണം ട്രാൻസ്ഫോമറിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് 10 വോൾട്ടിൻ്റെ 1.3 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു. ഒരു ഹോം തിയേറ്ററിനകത്ത് നിന്ന് കിട്ടിയതായിരുന്നു. സംഭവം പോയതായിരുന്നേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ കോപ്പർ വൈൻഡിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവമാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അപ്പോൾ ഇത്ര സംഭവമാണ് നമ്മൾ ഇത്രയും ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറിന് കിട്ടിയത്. അപ്പോൾ ഇതുണ്ട്, ഈ മെറ്റലിൻ്റെ ഷീറ്റ് തന്നെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ കോപ്പർ വൈൻഡിങ് ഇത് സെക്കൻഡറി കോയിലാണ്. പ്രൈമറി കോയിൽ ഇനിയുണ്ട് ഇത്രയും അയച്ചെടുക്കാൻ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ സംഭവമാണ് ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ ഗായ്സ്, പിന്നെ നമ്മുടെ പ്രൈമറി കോയിലിലെ വൈൻഡിങ് ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചേ കണ്ടോ, ഇതിൻ്റെ കോപ്പർ വയറിൻ്റെ കനം കണ്ടോ, വളരെ കനം കുറഞ്ഞ കോപ്പർ വയറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് കമ്പയർ ടു സെക്കൻഡറി വൈൻഡിങ്ങിലെ കോയിൽ നോക്കാം. ഈ വലിപ്പമുണ്ട്. ഇതിനകത്ത് ഒരു നൂല് വലിപ്പത്തിലുള്ള കോപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് വൈൻഡിങ് പ്രൈമറിയിൽ. പിന്നെ ഇത് ചിലപ്പോൾ ട്രാൻസ്ഫോമർ ഹീറ്റായിട്ട് ഉരുകിയതാണെന്ന് തോന്നുന്നു, പ്ലാസ്റ്റിക് ഉരുകിയതാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് വളരെ ചെറിയ കോപ്പർ വയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി 2 വൈൻഡിങ് ആണ് മെയിനായിട്ട് ഉള്ളത്, പ്രൈമറി സെക്കൻഡറി. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതായത് 220 വോൾട്ടിന് 10 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി കോയിൽ ഒരുപാട് കാണും, സെക്കൻഡറി കോയിൽ കുറച്ച് കാണുള്ളൂ. പിന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വോൾട്ടേജിന് ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനകത്ത് സെക്കൻഡറി വൈൻഡിങ് കൂടുതലുണ്ടാവും, പ്രൈമറി വൈൻഡിങ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ,
അതാണ് ഡിഫറൻസ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ളത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ കമൻറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോണം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.